Watch full episodes on Jio Hotstar. അയ്യേ ഇതെന്താ പകുതി കഴിച്ച ബിസ്ക്കറ്റോ? കീറിപ്പോയ പേപ്പറോ? ഈ പപ്പി ഇതെവിടെയാ പോയി തുടങ്ങിയത്? പപ്പിയെ വിളിക്കേ. അവനറിയാം എനിക്ക് എലി എന്ന് പറഞ്ഞാൽ തന്നെ അലർജിയാണ്, വെറുപ്പാണ്. ഓടിപ്പോവാനാ പറഞ്ഞത്. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു സാർ. എവിടെയാണ് എലിയുള്ളത് സാർ? എവിടെ എവിടെ? ആ കിട്ടിപ്പോയേ. എടാ പേടിത്തൊണ്ട എലിയെ. നോക്കിക്കോ, ഞാൻ നിനക്ക് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. പപ്പി, നീ എന്താ ഇവിടുന്ന് കഥാപ്രസംഗം നടത്തുകയാണോ? എനിക്ക് തോന്നുന്നത് പപ്പിയുടെ പ്ലാൻ അല്ല എന്ന് ഫ്ലോപ്പ് ആയി പോയെന്ന്. ഒരു എലിയുടെ മുന്നിൽ തോറ്റുപോയല്ലോ. മോശമായി പോയി. എടാ മണ്ട ശിരോമണി പപ്പി, നിനക്കൊരു ജോലി പോലും മര്യാദക്ക് ചെയ്യാൻ അറിയില്ല അല്ലേ? ഒരു ചെറിയ എലിയെ പോലും പിടിക്കാൻ നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞ ഭയങ്കര കഷ്ടമാ. എന്തായാലും ഈ ജോലി ഞാൻ ഇനി ഗോപാലിനെ മാധവനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ എലിയെ പിടിച്ച് കാണിക്കാം സാർ. ഇനി ഞാൻ നമ്മുടെ ഓഫീസിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ആദ്യമായി എലിയെ പിടിച്ച് എന്നെ കൊണ്ട് കാണിക്കണം. കേട്ടല്ലോ? ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നതാണ് നല്ലത്. മോർണിംഗ് കോഫി മുതൽ രാത്രിയുള്ള മരുന്ന് വരെ പ്രിൻസിപ്പൽ സാറിന്റെ ഓരോ ജോലിയും ഈ പപ്പിയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്നെ കൊണ്ട് ഒരു എലിനെ പിടിക്കാൻ കഴിയുന്നില്ല. പറ്റില്ല എന്ന് പറഞ്ഞതും എനിക്ക് വാല്യൂ ഇല്ലാതെ പോയല്ലോ. ഞാനെന്താ എലി പിടിക്കുന്ന കാര്യത്തിൽ PhD ചെയ്തിരിക്കാണോ? ഒരു മിനിറ്റിൽ ആ പ്രിൻസിപ്പൽ സാറിന് ഗോപാലനും മാധവനും ഇമ്പോർട്ടന്റ് ആയി പോയല്ലേ? മതി, ഇത് ശരിയാവില്ല. ഞാൻ ഈ സ്കൂള് വിട്ടേച്ച ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോവാനിരിക്കുക. അതെ, ഞാൻ പോവാ. പ്രിൻസിപ്പൽ സാർ ആ എലിയെ പിടിക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഒരു കാര്യം ഞാൻ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും ഞാനത് കേൾക്കില്ല. പ്രിൻസിപ്പൽ സാർ എലിയെ പിടിക്കാനുള്ള ചുമതല എനിക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാലേ പിന്നെ ലക്ഷ്മണല്ല ലക്കി പറഞ്ഞ പോലും ഞാൻ കേൾക്കില്ല. ആ എലി തന്റെ മാളത്തിൽ നിന്നും പുറത്തു വന്നാലേ അത് ഈ സ്റ്റിക് പാനിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ആ എലി തന്റെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവന്റെ നേർക്ക് വലയെറിഞ്ഞിട്ട് അവനെ ഞാൻ ഒരു ഒറ്റയടിക്ക് പിടിക്കും. ഈര ഇപ്പൊ എന്റെ വല തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാധവൻ എവിടുന്നാ വന്നത്? എന്റെ പ്ലാൻ ഇവൻ മൊത്തത്തിൽ ഫ്ലോപ്പ് ആക്കി കളഞ്ഞല്ലോ. അവൻ എലിയെ പിടിക്കാൻ അറിയത്തില്ല, മറ്റുള്ളവരെ പിടിക്കാനേ സമ്മതിക്കില്ല. ഞാനിത് ഓടുന്ന വഴിക്ക് വലിച്ചെറിഞ്ഞത്. ലക്ഷ്മൺ, ലക്കി, ഇതൊന്ന് വലിച്ചെറിയടാ. വലിയ കാര്യത്തിൽ എലിയെ പിടിക്കാൻ വന്നവനാ. ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ലക്ഷ്മൺ, ലക്കി, എനിക്ക് എലിയെ കാണുമ്പോ പേടി തോന്നുന്നുണ്ടാ. ഈ എലി ഇവിടുന്ന് അടിച്ച് പുറത്താക്കടാ. ഹോസ്റ്റൽ ഇപ്പൊ നമ്മുടെ വീടാണ്, മുടിക്ക് താഴെ നമ്മുടെ തലയാണ്. എലിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് പേടിയാണെന്നേ. എലികൾക്ക് ബേസ് വളരെ ഇഷ്ടമാണ്. ടോപ്പിംഗ്സിനും അതവന്റെ ഫേസ് ഇഷ്ടമാണ്. ഈ എലിയെ
എലിയെ പിടിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പുതിയൊരു പ്ലാൻ ചെയ്തേ പറ്റൂ. റാറ്റ് കേജിന്റെ ഐഡിയ എന്റേതാണ്, കേട്ടല്ലോ. നീ ഐഡിയയുടെ കോപ്പിറൈറ്റ് വല്ലതും വെച്ചിട്ടുണ്ടോടാ? ആ ശരി ശരി, ആരുടെ കേജിലെ എലി വന്ന് കുടുങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കാം. നമുക്ക് ഈ കേജ് ഉണ്ടല്ലോ അത് ഇവിടെ തന്നെ വെച്ചേക്കാം. എന്നാലേ എലി നമ്മുടെ കേജിൽ ഒന്ന് ട്രാപ്പ് ആവുള്ളൂ. അവന്മാരുടെ കേജ് കുറച്ച് മുന്നിലിരിക്കുക. എലി നമ്മുടെ കേജിൽ തന്നെ കുടുങ്ങും, നോക്കിക്കോ. അതെങ്ങനെയാടാ? നമ്മൾ അവന്മാരുടെ കേജിനുള്ളിൽ ചീസിന് പകരം എറൈസർ വെച്ചേക്കാം. ഇനി അവന്റെ ചീസ് നമ്മുടെ കേജിനകത്തിരിക്കട്ടെ. കണ്ടോ, ആ എലി എന്റെ കേജിനകത്ത് കുടുങ്ങും. എലി എന്റെ കേജിനകത്താ കേറിയിട്ടുള്ളത്. ഇത് ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് പറയും. ഞാൻ തന്നെയാണ് എലിയെ പിടിച്ചത്. അപ്പൊ എലി എന്റെ കേജിനകത്ത് എന്താ കേറാത്തത്? എന്റെ ചീസ് വളരെ മോശമായ പാലിൽ നിന്ന് ഉണ്ടാക്കിയതാണോ? ലക്കി പറയുന്നത് അത് ചീസല്ല എറൈസർ ആണെന്നാണ്. നമ്മുടെ ചീസ് എടുത്ത് മാറ്റിയിട്ട് അമാര് എറൈസർ വെച്ചിരിക്കുക. നമ്മുടെ പദ്ധതി എല്ലാം അമാര് ഫ്ലോപ്പ് ആക്കിയിരിക്കുക. എടാ ഗോപു, നീ ഇതുപോലെ ചീറ്റിംഗ് ചെയ്തില്ലായിരുന്നെങ്കിലേ ആ എലി എന്റെ കേജിനകത്ത് കുടുങ്ങുമായിരുന്നടാ. അതുകൊണ്ട് എലിയെ പിടിച്ചതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രം ഉള്ളതാണ്. ഇത് ചീറ്റിംഗ് അല്ല, ഇതിനാണ് ബുദ്ധി സാമർഥ്യം എന്ന് പറയുന്നത്. തലക്കകത്ത് എന്തെങ്കിലും വേണം. എലി പിടിച്ചതിന്റെ ക്രെഡിറ്റ് ഞാൻ തന്നെ സ്വന്തമാക്കും. ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ? എലി രക്ഷപ്പെട്ട് ഓടിക്കഴിഞ്ഞാ. ക്രെഡിറ്റ് വാങ്ങിക്കണമെന്ന് നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? അപ്പൊ എലിയെ ഓടിപ്പിച്ചതിന്റെ ക്രെഡിറ്റും നീ തന്നെ എടുത്തോ. എന്നാ എടുത്തോ. എടാ ഗോപു, നമ്മൾ പാമ്പിനെ പിടിക്കാൻ മകടി ഊതുന്ന പോലെ ഒരുപക്ഷെ നമുക്ക് എലീനെ പിടിക്കാൻ എന്തെങ്കിലും മ്യൂസിക് ഉപയോഗിച്ചുകൂടെ? അതായത് ബേബി അണിയുന്നു ഡൈപ്പർ, കാറിലുണ്ട് വൈപ്പർ. അതായത് എലീനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റോറിയില് പൈപ്പർ. ഗോപു, come on, you can do it. മാധവ്, ഈ പ്രാവശ്യം മിസ്സാവാതെ എലിയെ പിടിക്കണം കേട്ടോ. നമ്മുടെ പ്ലാനെല്ലാം ഉൾട്ടായി പോയല്ലോ. ഒരു എലിയെ പിടിക്കാൻ ഇറങ്ങിയ നമുക്ക് ചുറ്റും ഇപ്പം 100 കണക്കിന് എലികളാണല്ലോടാ. മാധവ ഓടിക്കോ, run. ഗോപു, എലികൾ പടയെടുത്ത് വന്നിരിക്കുക. ഓടിക്കോ. ഞാൻ എന്റെ സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് സ്ഥലം വിടാൻ പോവുക. ഈ സ്കൂളിൽ ടാലന്റിനും ഹാർഡ് വർക്കിനും ഒരു മര്യാദയും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ എലികളും ട്രക്കിനകത്ത് കുടുങ്ങിപ്പോയിരിക്കുക. അങ്ങനെ ഒരുവിധം നമ്മൾ രക്ഷപ്പെട്ടടാ. Well done, ഗോപു. എന്തുവാ ഇത്? ഷെടാ, ഈ 100 കണക്കിന് എലികളെ ആരാ ഈ പിടിച്ചോണ്ട് വന്നത്? പ്രിൻസിപ്പൽ സാർ ഇത് അറിഞ്ഞാൽ എന്തുമാത്രം സന്തോഷിക്കും. ഇവിടെയുള്ള എല്ലാ എലികളെയും അദ്ദേഹത്തിന്റെ ബ്രില്യൻ സ്റ്റുഡന്റ് ഗോപാലാണ് പിടിച്ചതെന്ന് അറിഞ്ഞാലോ? വാവ്. വിട്ടേക്ക്, എലികളെ പിടിച്ചതേ ഈ ഞാനാ. അതുകൊണ്ട് പ്രിൻസിപ്പൽ സാറ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേതായാലും വളരെ നന്നായി. ഞാൻ നിന്നോട് ഒരു എലിയല്ലേ പിടിക്കാൻ പറഞ്ഞത്, പക്ഷെ നീ സ്കൂളിലുള്ള എല്ലാ എലിയും പിടിച്ചിരിക്കുകയാണ്. നീ ശരിക്കും മിടുക്കൻ തന്നെ. 100 കണക്കിന് എലികളിൽ എന്റെ ട്രക്കിൽ എങ്ങനെയാ കുടുങ്ങിപ്പോയത്? അതെ സാർ, അവിടെയുള്ള എല്ലാ എലികളെയും ഞാനാണ് പിടിച്ചത്. ഞാൻ മാത്രമാണ്
ഇപ്പൊ തീർന്നില്ലേ സാർ? എനിക്കറിയാമായിരുന്നു സാർ, ഒരു എലിയെ പിടിക്കുന്നത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീരില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ആ എലിയുടെ ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, അമ്മാവൻ, അമ്മായി എല്ലാവരെയും പിടിച്ച് അകത്തേക്ക് തള്ളി ഇറക്കാണ്. എന്തായാലും അടിപൊളിയായി പപ്പി. കഷ്ടപ്പെട്ട നമ്മളെ ക്രെഡിറ്റ് ഇപ്പൊ പപ്പയ്ക്ക് കിട്ടിയിരിക്കുന്നു. എന്തായാലും എലി പിടിക്കുന്ന കാര്യത്തിൽ നീ ശരിക്കും PhD ചെയ്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നിന്റെ ഈ ടാലന്റ് മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂള് വിട്ടേച്ച് നാട്ടിക്ക് പോകുന്ന പ്ലാൻ ക്യാൻസൽ. സാറേ, ഞാൻ ഈ എലികളെല്ലാം സ്കൂളിൽ നിന്നും പുറത്ത് കൊണ്ടുപോയി വിട്ടേച്ച് വന്നേക്കാം സാർ. ഇനി എനിക്ക് സമാധാനമായിട്ട് ഓഫീസ് ക്യാമ്പിലേക്ക് പോകാം. ഒരു പക്ഷേ ഈ എലികളെ പോലെ ഞാൻ ഈ ചട്ടമ്പി ചെക്കന്മാരെയും ഈ ഗോൾഡൻ ഹെൽ സ്കൂളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി വിട്ടേച്ച് വന്നാൽ നന്നായിരിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.